നമസ്കാരം. ശാസ്ത്ര പദ്ധതികളെയും സാമ്പത്തിക ശാസ്ത്ര പദ്ധതികളെയും വിദ്യാഭ്യാസ പദ്ധതികളെയും എല്ലാം വിവിധ തലങ്ങളിൽ നിന്ന് നോക്കിക്കാണുന്ന ഒരു സംവിധാനമാണ് പാശ്ചാത്യ ലോകത്തുള്ളത്. അതേ രീതി വലിയൊരളവോളം അനുവർത്തിക്കാൻ ശ്രമിച്ചതിൻ്റെ ഗുണങ്ങൾ നമ്മൾ ഏതാണ്ട് 2 പതിറ്റാണ്ട് പോലെ അനുഭവിച്ചു. അത് തിരസ്കരിക്കാൻ തീരുമാനിച്ചതിൻ്റെ പാർശ്വഫലങ്ങൾ നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. 10-15 വർഷം, പരമാവധി ഒരു 20-25 വർഷം ഏറ്റവും വലിയ പദ്ധതിക്ക് പോലും അതൊരു വലിയ പാലമാവാം, അതൊരു വലിയ റെയിൽ പദ്ധതിയാവാം. 20 വർഷത്തിന് അപ്പുറത്തേക്ക് പോകുന്ന രീതിയിലല്ല നമ്മൾ കാര്യങ്ങൾ പദ്ധതി തയ്യാറാക്കാറുള്ളത്. അതിന് യോജിക്കുന്ന സാമ്പത്തിക നയം, ശാസ്ത്ര നയം, വിദഗ്ധർ ഇതെല്ലാം അതുമായി ചേർന്ന് പോകുന്നതാണ്. പലപ്പോഴും വിദേശ സഹായം, വൈദഗ്ധ്യമാവാം, സാമ്പത്തിക സഹായമാവാം, ഇതെല്ലാം വിദേശത്ത് നിന്ന് ആവശ്യമുള്ളതാണ്. 2 പതിറ്റാണ്ട് എന്ന് പറയുന്ന കാലയളവ് ആഗോളതലത്തിൽ ഭരണമാറ്റങ്ങൾക്കും അതുവഴി നയമാറ്റങ്ങൾക്കും കാരണമായിരിക്കാം. അപ്പോൾ തീർച്ചയായും ഒരു വലിയ പദ്ധതിയുടെ ഗുണം ഇപ്പോൾ നമ്മൾ അദാനിയുടെ കാര്യം തന്നെ അറിയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സാമ്പത്തിക നയങ്ങളെ, പദ്ധതികളെ ബാധിക്കും. പ്രത്യേകിച്ചും ഷെയർ മാർക്കറ്റുകൾ അതിലത് വലിയ പ്രതിനിധി ഉണ്ടാക്കും. അപ്പോൾ 20 വർഷത്തിലേക്ക് അപ്പുറത്തേക്ക് നീളുന്ന സാമ്പത്തിക പദ്ധതികൾ ഉണ്ടാക്കാറില്ല. വിദ്യാഭ്യാസ നയം ഏകദേശം 4 നൂറ്റാണ്ടിനപ്പുറത്തേക്ക് നോക്കുന്ന രീതിയിലും ഉണ്ടാക്കാറില്ല. കാരണം സാങ്കേതിക വിദ്യയുടെ മാറ്റം സംഭവിക്കുമ്പോൾ അതിനനുസരിച്ച് മാറ്റേണ്ടതുണ്ട്. അവിടെയാണ് ശാസ്ത്രം പലതുകൊണ്ട് വ്യത്യസ്തമാവുന്നത്. 75 വയസ്സിനും 80 വയസ്സിനും മുകളിലുള്ളവർ ഫിസിക്സിനും കെമിസ്ട്രിക്കും നോബൽ സമ്മാനം നേടുന്നത് നമ്മൾ കാണുന്നുണ്ട്. മിക്കവരും പാശ്ചാത്യരാണ്. ഫോട്ടോസ്റ്റാറ്റ് കടയിൽ നിന്നും PhD പേപ്പറുകളും ചായക്കടകളേക്കാൾ അധികം സർവകലാശാലകളുമുള്ള ഇടങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇത് തെളിയിക്കുന്നത് ശാസ്ത്രത്തോടുള്ള കാഴ്ചപ്പാടാണ്. ശാസ്ത്രത്തെ നമ്മൾ നോക്കിക്കാണുന്ന രീതിയാണ്. പെട്ടെന്നുള്ള ഫലമാണോ നമുക്ക് ആവശ്യം? കൊറോണ പോലെയുള്ള അടിയന്തര ഘട്ടത്തിൽ കാര്യങ്ങൾ നോക്കിക്കാണുന്ന പോലെയാണോ ശാസ്ത്ര ഗവേഷണത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്? പലപ്പോഴും ശാസ്ത്രവും സർഗാത്മകതയും വലിയൊരളവോളം ചേർന്ന് പോകാറുണ്ട്. മൈതാനങ്ങളിൽ, ചലച്ചിത്രങ്ങളിൽ, കലയിൽ നമ്മളത് കാണാറുണ്ട്. ഇപ്പോൾ ഫുട്ബോൾ പാകിസ്ഥാൻ്റെ ഇൻസമാമിൻ്റെയും ഫുട്ബോളിൽ ഫ്രാൻസിൻ്റെ സിദാനിയുമൊക്കെ ശൈലികൾ ഈ ഒരു അലസതയുമായി പതുക്കെ പോകുന്നതിനോടുമായി ചേർന്ന് പോകുന്നതാണ്. ഒരു തലവണ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ അവരവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നില്ലേ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒട്ടും യോജിക്കാത്ത പോലെ, കളിക്കളത്തോട് യോജിച്ചു പോകാൻ കഴിയാത്ത പോലെ പോകുന്ന ആളുകൾ അവർ പതുക്കെ നിലയുറപ്പിക്കുന്നു. പൂർണ്ണമായും തങ്ങളിലേക്ക് മൈതാനത്തെ ചുരുക്കുന്നു, കാഴ്ചക്കാരെ ചുരുക്കുന്നു. ഇനിയൊന്നും സംഭവിക്കാനില്ലെന്നും എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ അവിശ്വസനീയമായ വിധം കളികൾ തിരിച്ചുവിടുന്നു. ഇത് ഫുട്ബോൾ പോലെ വളരെ കുറഞ്ഞ സമയമുള്ള കളിയിൽ സിദാൻ ചെയ്തത് തന്നെ കുറേ കൂടി ദീർഘമായ കളിയിൽ, ഒറ്റയ്ക്കൊരു വ്യക്തിക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത കളിയിൽ ഇൻസ്റ്റാം ചെയ്തിട്ടുണ്ട്, വിശേഷം ഏകദിനത്തിൽ. പലപ്പോഴും ഇത്തരമൊരു മെല്ലെപ്പോക്ക്, ഒരു അലസതയ്ക്ക് കായിക മേഖലയിൽ അതിൻ്റേതായ സ്ഥാനമുണ്ട്. മെസ്സിക്ക് മുകളിൽ റൊണാൾഡീനോയെ പ്രതിഷ്ഠിക്കുന്നതും ഇത്തരം കാരണങ്ങളുണ്ടാണ്. ആ റൊണാൾഡോയേക്കാളും വേഗത കുറഞ്ഞ ശൈലിയാണ് സിദാൻ്റേതെന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. അപ്പോൾ ഇതിലെല്ലാമുള്ള ഒരു സർഗാത്മകതയുണ്ട്. ചില കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്താനുള്ള സമയം, അല്ലെങ്കിൽ ആ ശൈലികളെയും ആ സംവിധാനങ്ങളെയും അംഗീകരിക്കുക എന്നുള്ളതാണ് കലയുടെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങളല്ല. ഒരു വിദ്യാഭ്യാസ നയത്തിൻ്റെ ഫലം അറിയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത്
ആ വർഷം 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 10-ാം ക്ലാസ്സെങ്കിലും പാസ്സാകണം. അത്തരം നയങ്ങളിലേക്കും അത്തരം സംവിധാനങ്ങളിലേക്കും വിദ്യാഭ്യാസ സമൂഹം അല്ലെങ്കിൽ ശാസ്ത്ര സമൂഹം കടക്കാത്തതിൻ്റെ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. ഇത് 2 മേഖലകളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇതിലാദ്യത്തേത് നമ്മുടെ ചലച്ചിത്ര മേഖലയിലാണ്. ഒന്ന് അനുകരണ സിനിമകൾ. സാങ്കേതികവിദ്യ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും മികച്ച സംവിധായകനോ നടനോ ആകാൻ കഴിയുന്ന ഒരു സാഹചര്യം. ഇത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യും. ഒരുപക്ഷെ നസറുദ്ദീൻ ഷായോ ഇർഫാൻ ഖാനോ അനുപം ഖേറൊന്നും ഒരു നടനേ അല്ലെന്നും ഇതാണ് നുമ്മ പറഞ്ഞ നടൻ എന്ന് അല്ലെങ്കിൽ നടി എന്ന് ഫിലോമിനെയും സീനത്തിനെയും മീനയെയും ഒക്കെ നോക്കി പറഞ്ഞിരുന്ന പഴയ നടി മീനയാണ് പറയുന്നത്. അവരേക്ക് നോക്കി പറഞ്ഞിരുന്ന എൻ എഫ് വർഗീസിനെയും KPSC സണ്ണിയെയും ശങ്കരാടിയെയും മാമുക്കോയും ഒക്കെ നോക്കി പറഞ്ഞിരുന്ന ഒരു സംസ്കാരം നമുക്കില്ലാതെ പോയതിന് പിന്നിൽ ഇത്തരമൊരു സർഗാത്മകതയ്ക്ക് സ്വാഭാവികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരം ഇല്ലാതായിരുന്നു. അല്ലു അർജുൻ്റെ സിനിമകളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അത് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയമെല്ലാം മലയാളിയുടെ ചലച്ചിത്ര ആസ്വാദനത്തെ എങ്ങനെ മാറ്റി എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതാണ്. രജനീകാന്തിൻ്റെയും അമിതാഭ് ബച്ചൻ്റെയും ഒക്കെ സിനിമകൾക്ക്, മുഹമ്മദ് റാഫിയുടെയും SPBയുടെയും ഒക്കെ പാട്ടുകൾക്ക്, ഭാരതരാജയുടെ സംവിധാന മികവിന് വലിയ അംഗീകാരം ലഭിച്ചിരുന്ന സമയത്തും ആ രീതിയിലുള്ള സിനിമകൾ നമുക്ക് ആവശ്യമില്ല എന്ന് ചിന്തിച്ചിരുന്ന, അല്ലെങ്കിൽ അവർ പറയുന്നത് അവരുടെ സംസ്കാരത്തോട് ചേർന്ന് പോകുന്നതാണ്, അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ അംഗീകരിച്ചുകൊണ്ട് ആസ്വദിക്കുമ്പോഴും നമ്മൾ തുടരേണ്ടത് നമ്മുടേതായിട്ടുള്ള ശൈലിയാണ്. അത് ഒന്ന് മറ്റൊന്നേക്കാൾ മുകളിലോ താഴെയോ ആണ് എന്നുള്ളതുകൊണ്ടല്ല. എല്ലാ സംവിധാനങ്ങൾക്കും എല്ലാ സംഗീതങ്ങൾക്കുമുള്ള വ്യത്യസ്തമായ തനതായ തനതായ ശൈലി തുടർന്നുകൊണ്ട് തന്നെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനസ്സുമായിട്ടാണ് മലയാളിയുടെ ആസ്വാദന രീതി പോയിരുന്നത്. മുഹമ്മദ് റാഫിയും SPയും യേശുദാസിനെ പോലെ സ്നേഹിക്കപ്പെട്ടതിന് പിന്നിൽ നല്ലതിനെ അംഗീകരിക്കാനുള്ള മനസ്സ് ഉണ്ടാവണമെന്നുള്ള ബോധ്യം. അതോടൊപ്പം തന്നെ ആസ്വാദന ശൈലിയുടേതാണ്. ഒന്ന് മറ്റൊന്നിന് സമ്മർദ്ദം ചെലുത്താത്ത രീതി. അല്ലു അർജുൻ സിനിമകളുടെ വരവും യൂട്യൂബിൻ്റെ വരവും ഏകദേശം ഒന്നിച്ചായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഈ മാസ് സിനിമകൾ ചെയ്യുന്നതിൽ നിന്ന് ആ സിനിമകളുടെ എണ്ണം മോഹൻലാലിനെയും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും പോലെയുള്ളവർ കുറയ്ക്കുന്നതും ചെറിയൊരു ഒരു ട്രാൻസിഷൻ സ്റ്റേജൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നൊരു ഘട്ടം ഉണ്ടാകുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 2009 അവസാനത്തോടു കൂടി അല്ലെങ്കിൽ 2010 ആദ്യത്തോടു കൂടി പൃഥ്വിരാജിൻ്റെ പുതിയ മുഖം എന്ന് പറയുന്ന സിനിമ വരുന്നത് വരെ മലയാളിയുടെ മാസ് സിനിമകളുടെ ആസ്വാദന നിലവാരത്തിൽ നിർണ്ണയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അല്ലു അർജുൻ. അല്ലു അർജുൻ്റെയുമായി ബന്ധപ്പെട്ട വിവാദവും രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചാൽ പലപ്പോഴും അവിടെ നിന്ന് തുടങ്ങുകയാണ് മലയാളിയുടെ ആസ്വാദന നിലവാരത്തിൻ്റെ ക്ഷയം. അത് വിദേശ സിനിമകൾ അനുകരിച്ച് സിനിമ എടുക്കുകയോ നിങ്ങൾ അനുകരിക്കുകയാണെന്ന് പറയാതെ എടുക്കുകയും ചെയ്യുന്ന സംവിധായകരെയും വലിയ സാങ്കേതിക വിദഗ്ധരുടെ ഒരു കല മാത്രമാണ് സിനിമ എന്നുള്ള ഇതിലേക്ക് മലയാളി എത്തുകയും സ്വാഭാവികമായ ശൈലിക്ക്, സ്വാഭാവികമായ അഭിനയ രീതിക്ക് ആസ്വാദനം കുറയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അവിടെയാണ് നമ്മൾ ആദ്യത്തെ വിദ്യാഭ്യാസ നിലവാരത്തിൽ ശാസ്ത്രാവബോധത്തിലുണ്ടാകുന്ന ആദ്യത്തെ കുറവ് നമ്മുടെ കലാ ആസ്വാദനത്തിൽ ഉണ്ടായത്. അത് സിനിമകളുടെ ആഗോളതലത്തിൽ വലിയ വിപണിയായിട്ട് ആന്ധ്ര എന്ന് പറയുന്ന പ്രദേശം മാറുകയും ഒരുപക്ഷെ ഇന്ന് ഗ്ലോബൽ സൗത്ത് പോലെ ഒരു കാലത്ത് ലോകം അടക്കി വച്ചിരുന്ന കൊളോണിയൽ സംവിധാനങ്ങൾ വിട്ടുവീഴ്ചകൾ തയ്യാറാവുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് പോലെ തന്നെ സഞ്ജയ് ദത്തും ബോബി ഡിയോളും തെലുങ്ക് കന്നഡ നടന്മാരുടെ തല്ലുകൊണ്ട് റോട്ടിലേക്ക് തെറിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. വലിയ രീതിയിലുള്ള സാംസ്കാരിക ക്ഷയം സംഭവിച്ച ബോളിവുഡ്, മികച്ച കഥകളോ തിരക്കഥകളോ ഇല്ലാതെ പോയ ബോളിവുഡിനെ മാസ് സിനിമകൾ വഴി അല്ലെങ്കിൽ അവയുടെ റീമേക്കുകൾ വഴി പിടിച്ചു നിർത്താനുള്ള ശ്രമം നമ്മൾ കാണുന്നുണ്ട്. മികച്ച പാട്ടുകൾ നഷ്ടപ്പെട്ട ഹിന്ദി ചലച്ചിത്രവേദിയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സാംസ്കാരിക ക്ഷയം, വിദ്യാഭ്യാസ ശാസ്ത്ര മേഖലയിൽ നടത്തുന്ന നിക്ഷേപങ്ങളുടെ കുറവ് മൂലം ഉണ്ടാകുന്നത്
ആദ്യത്തെ കാര്യം, ശാസ്ത്രാവബോധമുള്ള സർഗാത്മകതയുള്ള ഒരു സമൂഹം ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. കാരണം അത് അവരുടെ ആസ്വാദന നിലവാരത്തെ ബാധിക്കുന്നു. ഭോജ്പുരി സിനിമകൾ ബീഹാറിൻ്റെ സാമൂഹിക അധോഗതിയുടെ പരിച്ഛേദമാണ്. നമ്മൾ ബാലകൃഷ്ണൻ്റെ സിനിമകളെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ അത്തരം ഒരു ആസ്വാദന നിലവാരത്തിൻ്റെ താഴ്ച ശാസ്ത്രാവബോധമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. ശാസ്ത്രാവബോധമുള്ള ഒരു സംവിധാനത്തെ നമുക്ക് എങ്ങനെ വളർത്താൻ കഴിയുമെന്നുള്ളതിലാണ് നമ്മുടെ ചർച്ചകൾ ഉണ്ടാകേണ്ടത്. അവിടെയാണ് നമ്മൾ രണ്ടാമത്തെ വിഷയമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് പഠിക്കേണ്ടത്. ചിട്ടി തട്ടിപ്പും ദുർമന്ത്രവാദവുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് ഇന്നും കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ആശങ്കയോടെയാണ് നോക്കിക്കണ്ടത്. ഇത് രണ്ടും വിദ്യാഭ്യാസ പുരോഗതി, നേരത്തെ ഭോജ്പുരി സിനിമ പോലെ വിദ്യാഭ്യാസ പുരോഗതിയുമായിട്ട് യോജിച്ചു പോകുന്നതാണ്. ബാലകൃഷ്ണയുടെ സിനിമകൾ അന്ധമായ വീരാരാധനയുടെ സമൂഹത്തെ എത്രമാത്രം പിറകോട്ട് വലിക്കുക എന്നുള്ളതിൻ്റെ പരിചയമാവുന്നത് പോലെ തന്നെയാണ് ഇത് നമ്മുടെ മുന്നിൽ നിന്ന് അറിയുന്നത്. പലപ്പോഴും അഭ്യസ്ത വിദ്യരായ ആളുകൾ ഇത് രണ്ടിലും കുടുങ്ങുന്നു എന്നുള്ളത് കൊണ്ട് അതോട് ചേർന്ന് വായിക്കേണ്ടതാണ് ഇപ്പോൾ മെക്സവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. തീർച്ചയായും അതിലെ മതതീവ്രവാദത്തിൻ്റെ സാന്നിധ്യം പരിശോധന വിധേയമാക്കേണ്ടതാണ്. NDF സെമി പോപ്പുലർ ഫ്രണ്ടായി മാറിയതും പലവട്ടം പരിണമിച്ച പോപ്പുലർ ഫ്രണ്ടായി മാറിയതും അൽഖ്വയ്ദ HTS ആയി മാറിയതും സിറിയയിൽ അധികാരം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഒരു അന്വേഷണം ആവശ്യം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി ഇത്തരം ശാസ്ത്രീയതയില്ലാത്ത സംവിധാനങ്ങൾക്ക് അതിനെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് മലയാളി എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ആശ്ചര്യത്തോടെ കാണേണ്ടതാണ്, വളരെ ആശങ്കയോടെയും കാണേണ്ടതാണ്. ഓഷോയും റാസ്പുട്ടിനും ബാബ രാംദേവും ഈശായോഗിയുമൊക്കെ വിമർശിക്കപ്പെടുമ്പോൾ ഇവയെല്ലാം മുഖ്യധാരയിലേക്ക് വരാൻ രാഷ്ട്രീയ സംവിധാനങ്ങൾ ശ്രമിക്കുമ്പോൾ ഇവയിലെല്ലാം സത്യമുണ്ടെന്നും ശരിയുണ്ടെന്നും വിശ്വസിക്കുന്നൊരു രീതിയിലേക്ക് ഒരു പൊതു സംവിധാനം എത്തുന്നതിനെ നമ്മൾ വളരെ 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 ആശങ്കയോടെയാണ് കാണേണ്ടത്. അത് യോഗയുടെ കാര്യത്തിലും സംഭവിക്കുന്നുണ്ട്. ഇന്ന ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കുമെന്ന് പറഞ്ഞ് വരുന്ന സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങൾ എങ്ങനെ ആളുകൾ വിശ്വസിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത്, ആശയങ്ങൾ നോക്കിക്കാണേണ്ടത്. ഒരുപക്ഷെ ഡിജിറ്റൽ തട്ടിപ്പുകൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ റോബറി എന്താ അതിനെ വാക്കെന്നറിയില്ല, അതും ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. 3 മാസം കൊണ്ട് 30 ഇരട്ടിയായിട്ട് തരാമെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവൻ കള്ളൻ തന്നെ ആയിരിക്കും എന്ന് ചിന്തിക്കാൻ കഴിയാത്ത അതേ മാനസികാവസ്ഥ ഇതിലെല്ലാം സംഭവിക്കുന്നത്. ശാസ്ത്രാവബോധത്തോടുള്ള വിപ്രതിപത്തി, നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ സംവിധാനത്തിൽ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്നും ശാസ്ത്രം പുറന്തള്ളപ്പെട്ടതിൻ്റെ പരിണതഫലമാണ്. ഇത് നമ്മൾ വളരെ ആശങ്കയോടെ തന്നെയാണ് നമ്മൾ അത് നോക്കിക്കാണേണ്ടത്. കാരണം എല്ലാ മേഖലകളിലും അതിൻ്റേതായ മാറ്റം ഉണ്ടാകുന്നുണ്ട്. എല്ലാ സംവിധാനങ്ങളിലും അതിൻ്റേതായ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഡിജിറ്റൽ സാങ്കേതിക രംഗത്ത് അതിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട്, ആഗോളതലത്തിൽ വന്ന സാമൂഹിക മാറ്റം ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റ് രീതികളിലൂടെയുമൊക്കെ പൊതുജനങ്ങളിലേക്ക് ശാസ്ത്രാവബോധം വളർത്തിവിടുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. വാക്സിനുമായി ബന്ധപ്പെട്ട കെന്നഡി ജൂനിയറിൻ്റെ പ്രസ്താവനകളും കെന്നഡി ജൂനിയറിൻ്റെ ട്രംപ് മന്ത്രിസഭയിലെ സ്ഥാനമൊക്കെ നമ്മൾ അറിയുന്നു. ഇത് പല രീതിയിൽ സംഭവിക്കുന്നു. ഇതിന് മതതീവ്രവാദം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിൽ പ്രത്യേകിച്ചും അൺലേൺ വിത്ത് അജ്മൽ പോലെയുള്ള വിദ്യാഭ്യാസ ചാനലുകൾ, ആ അൺമാസ്കിംഗ് അനോമാലീസ് എന്ന് പറയുന്ന അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന ഭീകരവാദിയുടെ അൺമാസ്കിംഗ് അനോമാലീസുമായി യോജിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഈ അജ്മൽ എന്ന് പറയുന്ന വ്യക്തി. ഇത്തരം വ്യക്തികൾ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന നമ്മൾ അറിയുന്നുണ്ട്. അവിടെയാണ് മെക്സവനും പ്രധാനപ്പെട്ടതാവുന്നത്.
വിദ്യാഭ്യാസ ശാസ്ത്ര മേഖലകളിലൂടെയുള്ള വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയെ ഒരു പാരലൽ ഒരു സമാന്തര വിദ്യാഭ്യാസ ആരോഗ്യ മേഖല ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇത്തരം ആളുകൾ കടന്നു വരുന്നതിന് നമ്മൾ വളരെ വളരെ ആശങ്കയോടെ തന്നെയാണ് അത് നോക്കിക്കാണേണ്ടത്. കാരണം ലോകമെമ്പാടും ഇതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ഭരണതലത്തിൽ സംഭവിക്കേണ്ടതാണ്. ഭരണതലത്തിൽ സംഭവിക്കുന്നതിന് മുമ്പ് ഇത് വിദ്യാഭ്യാസ മേഖലയിലാണ് ഇത് കൊണ്ടുവരേണ്ടത്. ശാസ്ത്രത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് ആദ്യം മാറേണ്ടത്. ഇപ്പോൾ ISROയുടെയൊക്കെ വളർച്ച നമുക്കറിയാവുന്നതാണ്. വളരെ പതുക്കെയാണ് ISRO വളരുന്നത്. തങ്ങളെ കൊണ്ട് എടുക്കാൻ കഴിയാത്ത ചുമതലകളോ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളോ അവർ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്ന് നമ്മൾ നോക്കിക്കാണുന്നത്. ശാസ്ത്രം അത്തരത്തിലുള്ള ഒരു സഞ്ചാരമാണ്. ക്രിക്കറ്റിലായാലും ഫുട്ബോളിലായാലും കായികക്ഷമത വളരെ കൂടുന്നു. ക്ലബ് ഫുട്ബോളിൻ്റെ അല്ലെങ്കിൽ ക്ലബ് മത്സരങ്ങളുടെ ആധിക്യം ഉണ്ടായിട്ട് കൂടി ക്രിക്കറ്റിൽ പോലും ആളുകൾ കളിക്കുന്ന പ്രായവും മത്സരങ്ങളുടെ എണ്ണവും കൂടുന്നു. മുമ്പ് പ്രധാനപ്പെട്ട ഫാസ്റ്റ് ബോളർമാരൊക്കെ ഒരുപക്ഷെ കപിൽ ദേവ് ഒഴിച്ചുള്ള ഫാസ്റ്റ് ബോളർമാരൊക്കെ 100 താഴെ ടെസ്റ്റുകളാണ് കളിച്ചിട്ടുള്ളത് നമുക്കറിയാം. കപിൽ ദേവ് 100ലധികം ടെസ്റ്റ് കളിക്കുകയും 434 എന്നുള്ള ലക്ഷ്യം തേടിപ്പോവുകയും അതുവഴി തൻ്റെ കരിയറിൻ്റെ അവസാന കാലഘട്ടത്തിൽ തൻ്റെ പ്രതിഭയുടെ നിഴൽ മാത്രമാവുകയും ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം രീതി മാറിയിട്ട് കായിക ഒരുപക്ഷെ ശാരീരിക ക്ഷമത ഏറ്റവും ആവശ്യമുള്ള ഫാസ്റ്റ് ബോളിംഗ് മേഖലയിൽ പോലും 20 വർഷത്തോളം അല്ലെങ്കിൽ 15 വർഷത്തോളം ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോഴും സർഗാത്മകതയും സ്വാഭാവികതയും അതല്ലാത്തതിൽ നിന്ന് വേർതിരിച്ച് കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. അവിടെ അതോടൊപ്പം നമ്മൾ നോക്കിക്കാണേണ്ടത് വർഷങ്ങൾ നീണ്ട നിക്ഷേപമാണ് മികവ് എന്നുള്ളതാണ്. അത്തരമൊരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് ശാസ്ത്രവും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നയങ്ങൾ രൂപവൽക്കരിക്കേണ്ടതുണ്ട്. കാരണം ശാസ്ത്രാവബോധം ആവശ്യമാണ്. വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള മതസംഘടനകൾ, രാഷ്ട്രീയ സംഘടനകളുടെ കടന്നുകയറ്റം, ആരോഗ്യ മേഖലയിലേക്കുള്ള മത തീവ്രവാദ സംഘടനകളുടെ കടന്നുകയറ്റം, ഏത് മതത്തിൽപ്പെട്ടതായാലും അത് നമ്മൾ വളരെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അരാഷ്ട്രീയവൽക്കരണമാണ്. രാഷ്ട്രബോധമുള്ള പൗരബോധമുള്ള ഒരു സംവിധാനത്തിന് രാഷ്ട്രീയ അത് ആവശ്യമാണ്. കാരണം രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് പലപ്പോഴും കക്ഷി രാഷ്ട്രീയ ബോധ്യമായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത്തരം രീതികൾ ആദ്യം നമ്മൾ മാറ്റിയിട്ടിരിക്കുന്നു. യൂട്യൂബ് ചാനൽ വഴി ചോദ്യപേപ്പറുകൾ ചോറുന്നത് ഒരാദ്യത്തെ സംഭവമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. യൂട്യൂബ് ചാനലുകൾ വന്നിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ കോവിഡിന് ശേഷമാണ് ഇതിൻ്റെ അളവ് കൂടിയത്. പക്ഷേ ഇത്തരം രീതി പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സംഘടിതമായ ഒരു ഇക്കോസിസ്റ്റത്തിൽ നിന്നുണ്ട് ഇത് പല കാലങ്ങളായി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രത്തെയും സർഗാത്മകതയും ഒക്കെ നമ്മൾ നോക്കിക്കാണുന്ന രീതിക്ക് വലിയ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങൾ നമുക്ക് ആവശ്യമാണ്. മികച്ച കലാസൃഷ്ടിയും മികച്ച കലാസ്വാദകരുമൊക്കെ ഒരേ സമയം ഒരേ രീതിയിൽ നിർമ്മിക്കപ്പെടേണ്ടതാണ്. ഇതൊന്നില്ലാതെ മറ്റൊന്നിന് നിൽക്കാൻ കഴിയില്ല. ഇത് തന്നെയാണ് ശാസ്ത്രത്തിൻ്റെ കാര്യത്തിലുള്ളത്. മികച്ച ശാസ്ത്രജ്ഞരെയും മികച്ച സർവകലാശാലകളെയും മികച്ച വിദ്യാർത്ഥികളെയും സൃഷ്ടിക്കാൻ കഴിയാത്തിടത്താണ് സിദ്ധാർത്ഥിനെ പോലുള്ളവർ രക്തസാക്ഷികളാവുന്നത്. മെക്സവനെ പോലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അല്ലു അർജുൻ്റെ സിനിമകൾക്ക് ആരാധകർ ഉണ്ടാകുന്നത്. ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ആസ്വാദനം, ശാസ്ത്രാവബോധം ഇതെല്ലാം സാംസ്കാരികമായ ഉന്നതിയുമായി യോജിച്ചു പോകുന്നതാണ്. മികച്ച സംവിധാനങ്ങളെ, മികച്ച പൊതു സംവിധാനങ്ങളെ, മികച്ച പൊതുമേഖലാ സംവിധാനങ്ങളെ ഏറ്റവും സുതാര്യമായി നിർമ്മിക്കാൻ പൊതുസമൂഹത്തെ പ്രോത്സാഹിപ്പിക്കാവണം ഇപ്പോഴുള്ള സംഭവങ്ങൾ എല്ലാം. അത് കേരളത്തിൽ വിജയം നേടുന്ന നിലവാരം കുറഞ്ഞ സിനിമകളുടേതായാലും യൂട്യൂബ് ചാനലുകളും ആരോഗ്യ കൂട്ടായ്മകളും വഴി മതതീവ്രവാദം പ്രചരിപ്പിക്കപ്പെടുന്നതായാലും ഇതെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത് ശാസ്ത്രാവബോധത്തിൻ്റെ തട്ടിൽ നിന്നുകൊണ്ടാണ്.
GDP വിദ്യാഭ്യാസത്തിന് ചിലവഴിക്കുന്ന തുക പലതുകൊണ്ടും നമുക്ക് ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയുമായി യോജിച്ച് നമ്മൾ ചേർത്ത് വായിക്കുന്നതാണ്. സ്കൂളുകളുടെയും കോളേജുകളുടെയും എണ്ണവും നിലവാരവും എങ്ങനെ നമ്മുടെ സാമൂഹിക പുരോഗതി അടയാളപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ എണ്ണം മാത്രമായി ചുരുങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് മാറേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ തുക വിദ്യാഭ്യാസ മേഖലയിൽ ചിലവഴിക്കാനുള്ള നയങ്ങളിലേക്ക്, അത് ഭരണഘടനാപരമായ കൂടുതൽ അധികാരങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണെങ്കിൽ ആ രീതിയിൽ തന്നെ ചോദിച്ചു വാങ്ങേണ്ടതിനെക്കുറിച്ച് നമ്മൾ ചർച്ചകൾ ഉടനേണ്ടിയിരിക്കുന്നു. നെക്സബനും അല്ലു അർജുനുമൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളായി പര്യവസാനിക്കാതെ പുതിയ ചർച്ചകൾക്ക്, പ്രതിസന്ധികൾ നേരിടുമെന്ന തിരിച്ചറിവിലേക്ക്, അതിൽ നിന്നും പുറത്തു കടണമെന്ന മോഹത്തിലേക്ക് നമ്മളെ നയിക്കും.